ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ICFൻ്റെ സലാല യാത്രയിൽ മഹാനായ താജുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറ സിയാറത്ത് ചെയ്ത് തൊട്ടടുത്ത് തന്നെ അൽബലീദ് ബീച്ചിലുള്ള മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങളുടെ 3 മുരീദന്മാരുടെ മഖ്ബറയും സിയാറത്ത് ചെയ്ത് അവിടുന്ന് തന്നെ സുഭിക്ഷമായ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് അൽമൗഷൽ ബീച്ചിലേക്കാണ്. അലൈനിലെ തന്നെ വളരെ പ്രസിദ്ധമായൊരു കാഴ്ചക്ക് ആസ്വാദനമുള്ളൊരു ബീച്ചാണ് അൽമൗഷൽ ബീച്ച് എന്ന് പറയുന്നത്. മൗണ്ടൻസുകൾക്കിടയിലൂടെയുള്ള റോഡുകളിലൂടെ പോയി ആ ഒരു ബീച്ചിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. കാണാനുണ്ട്, കാഴ്ചകളുണ്ട്. സലാലയിലെ മഴക്കാല ഉത്സവമാണ് ഖരീഫ് എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചുവല്ലോ. മധ്യ പൗരസ്ത്യ ദേശം മുഴുവൻ കൊടുംചൂടിൽ വെന്തുരുകുമ്പോൾ ഈറൻ കാറ്റും ചാറ്റൽ മഴയും കുളിരുപകരുന്ന രാവുകളുമായി അള്ളാഹുവിൻ്റെ വരദാനം പോലെ സലാല കടും വേനലിന് ശമനം നൽകുന്ന മനോഹരമായ കാലാവസ്ഥക്കൊപ്പം സലാലയുടെ പ്രകൃതി സവിശേഷതകൾ സന്ദർശകർക്ക് ഹരം പകരുന്നതാണ്. സലാലയുടെ പച്ചയണിയിച്ചു നിൽക്കുന്ന മലയോരങ്ങളുടെ നീരുറവുകൾ ചുരത്തിയൊലിപ്പിക്കുന്ന വെള്ളച്ചാട്ടങ്ങളും ചരിത്രമുറങ്ങുന്ന കുന്നിൻ ചെരുവുകളും വെള്ളമണലുകൾ ചിത്രം വരക്കുന്ന കടലോരങ്ങളും സന്ദർശകർക്ക് നവ്യമായ അനുഭൂതി പകരുന്നതാണ്. ഇവിടെ എത്തുന്ന സന്ദർശകരെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ് മൗഷൽ ബീച്ച്. എന്നാൽ ആ ഖരീഫ് കാലത്തിലല്ല ഞങ്ങൾ വന്നത് എന്നതുകൊണ്ട് തന്നെ ആ കാഴ്ചകൾ പൂർണ്ണമായി ആസ്വദിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് മറ്റു വീഡിയോകളിലൂടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വർഷത്തിലെ എല്ലാ സീസണുകളിലും സന്ദർശകർക്ക് ഹരം പകരുന്ന ഒരു ബീച്ചാണിത്. സലാലയിൽ നിന്ന് അരമണിക്കൂർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്ര ചെയ്താൽ മൗഷൽ ബീച്ചിലെത്തും. കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന നീലക്കടലും വെളുത്ത മണൽ നിറഞ്ഞു നിൽക്കുന്ന കടലോരവും സന്ദർശകരെ മയക്കുന്നൊരു കാഴ്ചയാണ് മൗഷൽ ബീച്ച്. ആ കാഴ്ചകൾ നമുക്ക് കാണാം. എന്നാൽ മൗഷൽ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ പ്രകൃതിദത്തമായ വാട്ടർ ഫൗണ്ടനുകളാണ്. വെള്ളം ചീറ്റാൻ തിമിംഗലങ്ങളുടെ തലക്കുമുകളിൽ കാണുന്ന ദ്വാരം എന്ന അർത്ഥം വരുന്ന ബ്ലൗ ഹോൾസ് എന്നാണ് ഈ വാട്ടർ ഫൗണ്ടനുകൾ അറിയപ്പെടുന്നത്. കടൽ വെള്ളം ഭൂമിയുടെ അന്തർഭാഗത്തിലുള്ള ദ്വാരങ്ങളിലൂടെ തിരമാലകൾക്കനുസരിച്ച് വെള്ളം ഉയർന്ന് ചീറ്റിയടിക്കുന്ന കാഴ്ചയാണത്. പ്രധാനമായും 3 ബ്ലൗ ഹോൾസുകളാണുള്ളത്. ഇവയിൽ 2ഉം എല്ലാ കാലത്തും വെള്ളം ഉയർത്തി ചീറ്റും. ഈ 3 ഹോൾസുകൾക്കും സന്ദർശകർക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ ലോഹങ്ങൾ കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട്. എല്ലാ 2 മിനിറ്റിലും ഫൗണ്ടനിൽ വെള്ളം ഇങ്ങനെ അടിച്ചുയർന്ന് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതോടൊപ്പം ഇങ്ങനെ ഉയർന്ന് താഴ്ന്നു നിൽക്കുന്ന വലിയൊരു മൗണ്ടൻ്റെ താഴ്ഭാഗത്താണ് ഈ ഒരു മൗഷൽ ബീച്ച് എന്നുള്ളത് മറ്റൊരു ഭംഗി കൂടിയാണ്. സാധാരണ കാലങ്ങളിൽ തിരമാലകൾ വല്ലാതെ ഉയരത്തിലെത്താറില്ലെങ്കിലും ഖരീഫ് സീസണിൽ ഫൗണ്ടനിൽ വെള്ളം 28 മീറ്റർ വരെ ഉയരത്തിൽ അടിച്ചു പൊങ്ങാറുണ്ട് എന്നുള്ളതാണ്. ഖരീഫ് സീസണിലേക്ക് ഇനിയും 1-2 ആഴ്ച കൂടി കാത്തിരിക്കേണ്ടതുണ്ട് ഉള്ളത് കൊണ്ട് ആ കാഴ്ചകൾ പൂർണ്ണമായി ഒപ്പിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാലും കാഴ്ചകൾ ആസ്വദിക്കാം.
ഈ വാട്ടർ ഫൗണ്ടനുകൾക്ക് അടുത്തെത്തിയാൽ ഒരു മൃഗശാലയിലെത്തിയ പ്രതീതിയാണ്. സിംഹക്കൂട്ടിൽ നിന്നുള്ള അലർച്ച പോലെ ഒരു സൗണ്ട് ഇങ്ങനെ ഈ വാട്ടർ ഫൗണ്ടനുകളിൽ നമുക്ക് തിരമാലകൾ ഇങ്ങനെ അടിച്ചു പൊങ്ങുമ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. കാഴ്ചക്കാർക്ക് തണൽ വിളിച്ചു നിൽക്കുന്ന ഈ ഒരു വലിയ മൗണ്ടൻ ഈ ഒരു ബീച്ചിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഖരീഫ് കാലം തുടങ്ങിയിട്ടില്ല എന്നിട്ട് പോലും ആയിരക്കണക്കിന് ആളുകളാണ് ദിനംപ്രതി ഈ ഒരു കാഴ്ച കാണാൻ ഈ ഒരു മൊഗഷേൽ ബീച്ചിലെത്തുന്നത്.